ശരിയായിട്ടുള്ള സമയത്ത് ശരിയായിട്ടുള്ള നോളജ്, റൈറ്റ് നോളജ് അറ്റ് ദ റൈറ്റ് തോട്ട് അറ്റ് ദ റൈറ്റ് ടൈം. അതാണ് ലാംഗ്വേജസ് ഡൗൺലോഡ് ചെയ്യും. ഒരേ ലാംഗ്വേജ് ഇൻഡ്യൂട്ടീവ് മൈൻഡിൽ എന്നിട്ട് ചെയ്തവര് ഇങ്ങനെ എഴുതും. അപ്പൊ ഗ്യാപ്പ് ഉണ്ട്. ആ പടത്തിൽ തന്നെ ഇവര് കണ്ണു കെട്ടിയ സ്കെച്ച്മെൻ കൊണ്ടുപോകണം. ഇതിന്റെ കളറ് 10-12 സ്കെച്ച്മെൻ ഉണ്ട്, കളറുണ്ട്. അതിൽ നിന്ന് കറക്റ്റ് കളർ എങ്ങനെ അവര് ചില മിസ്റ്റേക്ക് വരാം, പക്ഷെ മിക്കത് എങ്ങനെ സാർ പറഞ്ഞ ഫസ്റ്റ് തോട്ട്സ് അത് ഫസ്റ്റ് ടൈം അത് കറക്റ്റ് ആയിട്ട് കിട്ടുക എന്നുള്ളതാണ് ഇൻട്യൂഷൻ എന്ന് പറയുന്നത്. അതെനിക്ക് അത്ഭുതം തോന്നി ശരിക്കും പറയാം. അത് എങ്ങനെയാണ് കറക്റ്റ് സത്യമായിട്ടുള്ള കാര്യങ്ങളാണ് ഇൻട്യൂഷൻ. ഇതിലൊട്ട് വിമർശനാത്മകമായ രീതിയാണ് സത്യം പറയായിരുന്നു. പക്ഷെ ഇന്നതോടുകൂടി എനിക്ക് ആ വിമർശന ബുദ്ധിയെല്ലാം മാറി. കാരണം നമ്മുടെ റേഡിയോ സിഗ്നലുകൾ നമ്മുടെ അന്തരീക്ഷം മുഴുവൻ സിഗ്നൽസ് ആണ്, ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ്. ആ സിഗ്നൽസ് നമ്മൾ റേഡിയോ ട്യൂൺ ചെയ്ത് പർട്ടിക്കുലർ സ്റ്റേഷൻ ട്യൂൺ ചെയ്തെങ്കിൽ നമുക്ക് പാട്ട് കേൾക്കാൻ പറ്റും. അതുപോലെ നമ്മുടെ ബ്രെയിന് ആ പർട്ടിക്കുലർ ഈ ലോകം മുഴുവൻ എന്തുമാത്രം മെസ്സേജസ് ആണ് കിടന്ന് കറങ്ങുന്നത്, കോടിക്കണക്കിന് മെസ്സേജസ് സിഗ്നൽസ്. നമ്മൾ ഓം പറയാ, ഓം ഒരിക്കലും ഈ പ്രപഞ്ചത്തിൽ നിന്ന് മാറത്തില്ല. അത് അക്സെപ്റ്റ് റിസീവ് ചെയ്യാനുള്ള സിഗ്നൽ നമ്മൾ റേഡിയോ സിഗ്നൽ ട്യൂൺ ചെയ്തെങ്കിലേ നമുക്കിത് റിസീവ് ചെയ്യാൻ പറ്റും. അപ്പൊ ഇത് നമുക്ക് ആ പ്രപഞ്ചത്തിലുള്ള വൈബ്രേഷൻ, ആ സിഗ്നല് അവരെ ട്യൂൺ ചെയ്ത് കുഞ്ഞുങ്ങൾക്ക് ട്യൂൺ ചെയ്ത് കിട്ടുന്നതാണ് അവർക്ക് ചെയ്യാൻ പറ്റും. റിയലി 100% ട്രൂ. അത് പിന്നെ കറക്റ്റ് ആണ്. പ്രാക്ടീസ് BPP കുറച്ചുകൂടെ ഇടയ്ക്കിടയ്ക്ക് കൊണ്ടുവരാം. അപ്പൂപ്പിന്റെ ഒരു BPP അതിന്